ഹായ്, എൻ്റെ പേര് ബിബിൻ ജോർജ്. GYB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 27 നക്ഷത്രത്തെ പറ്റിയായിരുന്നു നമ്മൾ ഈ ജ്യോതിഷത്തിൻ്റെ വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ ലാസ്റ്റ് ഭാഗമായ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ 3 നക്ഷത്രങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ചെറിയൊരു തത്വചിന്ത പറഞ്ഞുകൊള്ളട്ടെ. ഒരു ജീവൻ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച ഉടനെ തന്നെ അതിൻ്റെ സകല കർമ്മവും, അതിൻ്റെ ആയുഷ്കാലം, അത് ചെയ്യേണ്ട ജോലി, അത് അനുഭവിക്കേണ്ട വികാരങ്ങൾ, വിഷമങ്ങൾ, അവരാരായി തീരണമെന്നെല്ലാം മുൻപേ കുറിച്ചിരിക്കുന്നു എന്നാണ് പ്രശസ്തരായ ആളുകൾ പറയുന്നത്, പണ്ടത്തെ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. വേദഗ്രന്ഥങ്ങളിലും മതഗ്രന്ഥങ്ങളിലും അതേപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ജാതകങ്ങൾ വിശകലനം ചെയ്യുന്നത്. നമുക്ക് എത്ര വയസ്സിൽ ഒരു സാമ്പത്തിക യോഗമുണ്ടാവും, ലോട്ടറി അടിക്കാൻ ചാൻസ് ഉണ്ടോ, വിവാഹ യോഗമുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് മുൻപേ നമ്മുടെ ജീവിതം കുറിക്കപ്പെട്ടതാണെന്നുള്ളതിൻ്റെ തെളിവാണ്. ഇല്ലെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഭാവിയെപ്പറ്റി എങ്ങനെയാണ് മനസ്സിലാക്കുക? ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ വിവരങ്ങൾ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും നമ്മൾ ആ കഥയിലെ വെറും കഥാപാത്രങ്ങളാണെന്നും സ്വന്തം ജീവന് മേൽ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ആളുകളാണെന്നും മനസ്സിലാക്കാനുള്ള സത്യം തന്നെയാണ് ഈ ജാതകം നോക്കുക എന്നെല്ലാം പറയുന്നത്. ഈ പറയുന്ന അനുഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. നമുക്ക് ഭൂതകാലത്തിലേക്കും ഭാവി കാലത്തിലേക്കും പോകാൻ പറ്റില്ല. വർത്തമാനകാലത്ത് നിലകൊള്ളാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. വർത്തമാനകാലം എന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്ന ഈ അവസ്ഥ എന്ന് വേണമെങ്കിൽ നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ മാറ്റാതിരിക്കാം. പക്ഷെ ഒരു ദിവസം പകൽ അവസാനിക്കുമ്പോൾ ആരെല്ലാം കണ്ടുമുട്ടുമെന്നും എന്തെല്ലാം സംഭവിക്കുമെന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. ഇതൊന്നും നമ്മുടെ സങ്കല്പത്തിന് വിരുദ്ധമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവയെല്ലാം സത്യമാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. മുന്നേറിട്ട് അടുത്ത സെക്കൻഡ് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണക്കുകൂട്ടാൻ പറ്റുന്നില്ല, പക്ഷേ അത് സംഭവിക്കുന്നു. ഒരു ദിവസം ഇരുട്ടി അവസാനിക്കുന്നു. ഇവയെല്ലാം നമ്മൾ കൂട്ടി വായിച്ചു കഴിയുമ്പോൾ തെറ്റോ ശരിയോ എന്നുള്ള ഒരു മിഥ്യയിലേക്ക് നമ്മൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതാണ് ശരിക്കും നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരു ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ജീവൻ ഉദരത്തിൽ വരുമ്പോൾ തന്നെ നമ്മുടെ കർമ്മങ്ങളെല്ലാം എഴുതി വച്ചിരിക്കുന്നു എന്ന് പറയുന്നു. കർമ്മങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയാണ്. സൽക്കർമ്മം, ദുഷ്കർമ്മം എന്നല്ല തിരിച്ചിരിക്കുന്നത്. എല്ലാവരും ചിന്തിക്കുന്നത് കർമ്മഫലം അനുഭവിക്കുമെന്ന് പറയുമ്പോൾ ദുഷ്കർമ്മം ചെയ്തവന് ദുഷ്കർമ്മം തിരിച്ചു കിട്ടും, സൽക്കർമ്മം ചെയ്തവന് സൽക്കർമ്മം തിരിച്ചു കിട്ടുമെന്നൊക്കെയാണ് തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെയല്ല. കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി, ഏതൊരു പ്രവൃത്തിയും കർമ്മമാണ്. സംസാരിക്കുന്നത്, നോക്കുന്നത്, കാണുന്നത്, ഇവയെല്ലാം കർമ്മമാണ്. എന്താണ് കാണുന്നത്? അതിൽ നിന്നുള്ള അറിവാണ് നമുക്ക് ലഭിക്കുന്നതാണ്. അതാണ് കർമ്മഫലം. തെറ്റായ ഒരു കാര്യമാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ തെറ്റായ അറിവ് ലഭിക്കുന്നു. സത്യമായ കാര്യമാണ് വായിക്കുന്നതെങ്കിൽ സത്യമായ അറിവ് നമുക്ക് ലഭിക്കുന്നു. തെറ്റായ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തെറ്റായ ഉത്തരം നമുക്ക് ലഭിക്കുന്നു. നല്ല ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നല്ല ഒരു പ്രവൃത്തി തിരിച്ചു ലഭിക്കുന്നു. പക്ഷേ നല്ല പ്രവൃത്തി ചെയ്ത ആളുകൾക്ക് മോശം ഫലവും ദുഷ്കർമ്മം ചെയ്തവർക്ക് നല്ല ഫലവും ലഭിക്കുന്നതായ കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. ആ കർമ്മഫലവും ഈ കർമ്മഫലവും രണ്ടാണ്. കർമ്മഫലം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി എന്തോ അതിൻ്റെ പ്രതിഫലം, അതാണ് നമുക്ക് ലഭിക്കുന്നത്. ഭാവിയിലേക്ക് നമ്മൾ ജീവിക്കാനായിട്ട് സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടാൽ ആ കർമ്മത്തിൻ്റെ ഫലമായി ഭാവിയിൽ നമുക്ക് അതിൻ്റെ ലാഭം കൊയ്യാൻ പറ്റും. ഇതാണ് കർമ്മഫലം. അല്ലാതെ ഞാൻ 10 പേരെ സഹായിച്ചു, 100 പേരെ സഹായിച്ചു, ഞാൻ മാത്രം നശിച്ചു പോയല്ലോ എന്ന് പറയുന്ന കർമ്മഫലമല്ല ഈ കർമ്മഫലം. കർമ്മഫലം എന്ന് പറയുന്നതിനർത്ഥം തന്നെ ചെയ്യുന്ന പ്രവൃത്തി എന്തോ ആ ആക്ഷന് തിരിച്ചുള്ള ഉത്തരം മാത്രമാണ് കർമ്മഫലം. അപ്പോൾ അതേപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി സൽക്കർമ്മങ്ങൾ ചെയ്താൽ ആരെങ്കിലും ഉപകാരസ്മരണ കൊണ്ട് തിരിച്ചുപകാരം ചെയ്യും, അത്രയുമേ ഉള്ളൂ. അല്ലാതെ അത്ഭുതം നടക്കുന്നത് പോലെ ആയുസ്സിന് നീളം കൂടുകയോ പെട്ടെന്ന് രക്ഷപ്പെടുകയോ സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് പെട്ടെന്ന് ഒരാൾക്ക് ജീവിതം മുഴുവൻ പണക്കാരനായി മാറുകയോ ഇല്ല. അങ്ങനെയല്ല ഇതിൻ്റെ തത്വം. ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പൂരുരുട്ടാതി നക്ഷത്രത്തെ പറ്റിയാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നക്ഷത്രങ്ങളിൽ അവസാന ഭാഗത്തേക്ക് വരുന്ന ഒരു ലിസ്റ്റിൽപ്പെട്ട നക്ഷത്രമാണ് പൂരുരുട്ടാതി നക്ഷത്രം. ഓരോ സമയത്തും ഇവരുടെ ചിന്താഗതികൾ മാറിക്കൊണ്ടേയിരിക്കും. ഇവരുടെ ഒരു ദൈവം എന്ന് പറയുന്നത് നരൻ ആണ്. നരൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ തന്നെയാണ്, മനുഷ്യൻ്റെ അവതാരം തന്നെയാണ്. ഒരു പച്ചയായ മനുഷ്യൻ്റെ അവതാരമാണ് പൂരുരുട്ടാതി നക്ഷത്രം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വികാര വിചാരങ്ങൾ എപ്പോഴൊക്കെ മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുന്ന ആളുകളാണ് പൂരുരുട്ടാതി നക്ഷത്രം. കോപം വരുമ്പോൾ കോപം, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിങ്ങനെ അടിക്കടി മനുഷ്യന് ശുഭമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തിനനുസരിച്ച്
പൂരുരുട്ടാതി നക്ഷത്രങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുക വെച്ചാൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കെ ജോലി പൂർത്തിയാക്കുന്നതിൽ ഭംഗം വരുന്ന ഒരു പ്രശ്നം പൂരുരുട്ടാതി നക്ഷത്രത്തിനുണ്ട് വളരെയധികം. പിന്നെ ആത്മാഭിമാനമുള്ള ആളുകളാണിവർ. ചില സമയങ്ങളിൽ ദുരഭിമാനമാകാറുമുണ്ട്. അതായത് ആരുടെ മുമ്പിലും തല കുനിക്കിയില്ല എന്നൊരു വാശി കാരണം ചില സമയങ്ങളിൽ ചില ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയും പൂരുരുട്ടാതിക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം അഭിമാനികളായ നക്ഷത്രത്തിലുള്ള ഇവർ സ്വന്തം കാലിൽ നിൽക്കണമെന്ന ചിന്തയോടുകൂടി അതിനായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കും. ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാനായി ഇവർ പല കാര്യങ്ങളും ചെയ്യും. അങ്ങനെയാണ് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. എല്ലാ ആളുകളെയും ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവർ ധാരാളം പ്രണയങ്ങളിലുമൊക്കെ കുടുങ്ങിപ്പോകാറുണ്ട്. ഇവരുടെ ജീവിതം അങ്ങനത്തെ ഒരു രീതിയിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതമാണ് പൂരുരുട്ടാതിയുടെ. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാളിൻ്റെ പൊരുത്തം ആദ്യം സംസാരിച്ചപ്പോൾ ഇന്ന നക്ഷത്രക്കാർ തമ്മിൽ കണ്ടാൽ ദേഷ്യം കയറും, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയില്ല, വിവാഹം നടക്കാൻ സാധ്യതയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ പൂരുരുട്ടാതിയിലെ ഈ ഒരു വ്യത്യാസമുള്ളത് 27 നക്ഷത്രക്കാരെയും ഇവർ ഇഷ്ടപ്പെടുന്നു, സ്വന്തം നക്ഷത്രത്തിൽപ്പെട്ടവരെ ഇഷ്ടപ്പെടുന്നു. പൊരുത്തക്കുറവ് എവിടെയാണ് ആരംഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രണയബന്ധമാണെങ്കിലും ഒരു വിവാഹബന്ധമാണെങ്കിലും പെട്ടെന്ന് തന്നെ വഴക്കിലേക്ക് പോകുന്നതാണ് ഇവരുടെ ഒരു രീതി. ആരോടും ഇവർ വിദ്വേഷം കാണിക്കുന്നില്ല. മറ്റ് നക്ഷത്രങ്ങൾ, ഇഷ്ടപ്പെടാത്ത നക്ഷത്രങ്ങൾ മുന്നിൽ തന്നു കഴിഞ്ഞാൽ വാക്കുതർക്കുമോ കയ്യാങ്കളിയിലേക്കോ പോകുമെങ്കിൽ ഈ പൂരുരുട്ടാതിക്കാരെല്ലാവരോടും ചിരിച്ച് മയമായി തന്ത്രപരമായി സംസാരിക്കുന്നതുകൊണ്ട് തന്നെ വാക്കുതർക്കങ്ങളിലേക്ക് അല്ല പോകുന്നത്. പൊരുത്തമില്ലാത്ത ആളുകളിൽ നിന്ന് ഇവർ തന്നെ അകന്നു മാറുകയുള്ളൂ. അല്ലാതെ വലിയ പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടാവുകയാറില്ല. പ്രണയബന്ധങ്ങൾ കൂടുതലായി വരുന്ന ഒരവസ്ഥയും എപ്പോഴും പ്രണയത്തെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്ന ആളുകളായതുകൊണ്ട് 27 നക്ഷത്രമുള്ളവരോടല്ല ഇവർക്ക് പ്രണയം തോന്നുകയും പൊരുത്തക്കുറവ് മൂലം തന്നിൽ അകന്നു മാറുകയും തന്നെ ചെയ്യുന്ന സ്വഭാവം പൂരുരുട്ടാതി തന്നെ കാണിക്കും. അമിതമായ ഉത്കണ്ഠ, അമിതമായ ചിന്ത, വിഷാദം തുടങ്ങിയവ പൂരുരുട്ടാതി നക്ഷത്രക്കാരെ ബാധിക്കാറുണ്ട്. കലാപരമായി ധാരാളം കഴിവുകൾ പൂരുരുട്ടാതിക്കാർക്കുണ്ട്. എങ്കിലും കാര്യങ്ങൾ മുൻപിപ്പിക്കാൻ പറ്റാതെ പലതും പകുതി വഴിയിൽ അസ്തമിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നല്ല ഒരു നക്ഷത്രമാണ് പൂരുരുട്ടാതി. കൂടുതൽ വിദ്യാഭ്യാസം നേടാൻ കഴിവുള്ളവരാണ് പൂരുരുട്ടാതി. അധ്യാപകർ, കലാകാർ, എഴുത്തുകാർ തുടങ്ങിയവരെല്ലാം പൂരുരുട്ടാതി നക്ഷത്രത്തിലുണ്ട്. എന്തെങ്കിലും കലാപരമായ കഴിവുകൾ തീർച്ചയായും പൂരുരുട്ടാതി നക്ഷത്രത്തിലുണ്ടാവും. പക്ഷെ കാര്യങ്ങൾ മുഴുമിക്കുന്ന കാര്യത്തിൽ അല്പം പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും പൂരുരുട്ടാതി നക്ഷത്രത്തിൽ നിലനിൽക്കുക. പൂരുരുട്ടാതിയുമായിട്ട് ഒട്ടുമിക്ക നക്ഷത്രങ്ങൾക്കും പൊരുത്തമുണ്ട്. കാരണം അവസാന നക്ഷത്രങ്ങളിലേക്ക് വരുമ്പോൾ പൊരുത്തങ്ങൾ വളരെയധികം കൂടിയാണ് വരിക, കുറയുകയല്ല. അശ്വതി നക്ഷത്രത്തിനാണ് ഏറ്റവും കൂടുതൽ നക്ഷത്രങ്ങൾ പൊരുത്തമില്ലാത്തത്. വിരലെ എണ്ണാവുന്ന നക്ഷത്രങ്ങൾ തമ്മിലേ പൊരുത്തമുള്ളൂ. ബാക്കി 3/4% നക്ഷത്രങ്ങളും പൊരുത്തക്കുറവിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വാക്കേറ്റങ്ങളും തർക്കങ്ങളും ഏറ്റവും കൂടുതൽ അശ്വതി നക്ഷത്രക്കാർക്കാണ് അനുഭവിക്കേണ്ടി വരുന്നത്. കൂടുതലായിട്ടും അങ്ങനെയാണ് വരുന്നത്. പിന്നെ പൊരുത്തത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഈ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ലാസ്റ്റ് വരുന്ന ഇതിൽ കൊണ്ട് തന്നെ പൊരുത്തം കൂടുതലുള്ളൂ. കൂടുതൽ ആളുകളെ, പരിചയക്കാർ, കൂടുതൽ സുഹൃത്തുക്കൾ, കൂടുതൽ കണക്ഷനുകൾ തുടങ്ങിയവ പൂരുരുട്ടാതിക്കാർക്ക് കിട്ടുകയും അതുപോലെ തന്നെ കൂടുതൽ യാത്രകൾ ജീവിതത്തിൽ ആവശ്യം വരുന്ന ആളുകളാണ് പൂരുരുട്ടാതിക്കാർ. അപ്പം ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്യേണ്ട അവസ്ഥ, എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടതായി വരും. ജനിച്ച വീടും നാടും ഉപേക്ഷിച്ച് ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ പോയി ജീവിക്കേണ്ടതായ അവസ്ഥയും പൂരുരുട്ടാതിക്കാർക്കുണ്ട്. പൂരുരുട്ടാതി പറഞ്ഞ സ്ത്രീകളാണെങ്കിൽ വിവാഹം കഴിച്ച ശേഷം മാത്രമേ സ്വന്തമായൊരു ഭവനം അവർക്ക് ലഭിക്കുന്നുള്ളൂ. ഒരിക്കലും വിവാഹത്തിന് മുമ്പ് അവർക്ക് സ്വന്തമായൊരു ഭവനം ലഭിക്കുന്നത് വളരെ അസാധ്യകരമായ ഒരു കാര്യമാണ്. സ്വന്തമായ ഒരു ഭവനം മിക്ക പൂരുരുട്ടാതിക്കാരും കാണുകയില്ല. വിവാഹശേഷമാണ് സ്ത്രീകൾക്ക് സ്വന്തമായി ഭവനം വരുന്നത്. അതിനുശേഷമാണ് അവരുടെ ജീവിതത്തിൽ ഉയർച്ചകൾ വരിക. ശേഷമാണ് പൂരുരുട്ടാതിയിലുള്ള സ്ത്രീകൾക്ക് ഉയർച്ച വരിക, വിവാഹം കഴിക്കുന്നതിന് മുമ്പല്ല. പുരുഷന്മാരുടെ കാര്യങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. എന്തു വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള രീതിയിലായിരിക്കും. സ്വന്തം ഭവനമുള്ളവരാണെങ്കിൽ വീട് വിട്ടിറങ്ങിപ്പോയി വേറെ സ്ഥലങ്ങളിൽ പോയി ജീവിക്കും. പിന്നീട് വിവാഹശേഷമാണെങ്കിൽ എവിടെയെങ്കിലും ജീവിക്കുമെങ്കിലും സ്വന്തം വീട്ടുകാരുമായി കണക്ഷൻ വളരെയധികം പൂരുരുട്ടാതി കുറച്ച് വെക്കും. ഇതാണ് പൂരുരുട്ടാതി ഒരു പൊതുഫലം. ഇങ്ങനെ അല്ലാത്തവരുമുണ്ട്. ഓരോരുത്തരുടെ ഗ്രഹനിലയും പാദവ്യത്യാസവും അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് ഒരു ജ്യോതിഷനെ കൊണ്ട്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തെ പറ്റിയാണ്. ഉത്രട്ടാതി നക്ഷത്രത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഉത്രട്ടാതി നക്ഷത്രം വളരെയധികം ആരോഗ്യമുള്ള നക്ഷത്രമാണ്. വളരെയധികം ആരോഗ്യമുള്ള നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം. കാരണം വെച്ച് കഴിഞ്ഞാൽ ശാരീരികമായി അണപ്പോ ക്ഷീണമോ കിതപ്പോ ഉത്രട്ടാതി നക്ഷത്രം ഒട്ടുമിക്ക ആളുകൾക്കും കാണുകയില്ല. രോഗങ്ങളുടെ കാര്യം വിട്ടേക്കുക. കൂടുതൽ സ്റ്റാമിന, കൈകൾക്ക് കരുത്ത്, കാലുകൾക്ക് കരുത്ത്. ഇതുകൊണ്ട് തന്നെ കൂടുതൽ അഭ്യാസം, കളരിപ്പയറ്റ്, കരാട്ടെ മുതലായവ കാര്യങ്ങൾ ചെയ്യാൻ, അത്ഭുതകരമായ ഗിന്നസ് റെക്കോർഡുകൾ കീഴടക്കാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം
ഈ ഉത്രട്ടാതി നക്ഷത്രത്തിനുണ്ട്. കൂടുതൽ ആരോഗ്യമുള്ള ഉത്രട്ടാതി നക്ഷത്രം അങ്ങനത്തെ ഉള്ള ജോലികളാണ് കൂടുതലായി ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം സൽപ്പേര്, അതുപോലെ തന്നെ പ്രശസ്തി തുടങ്ങിയവ എല്ലാം ലഭിക്കുന്നതാണ്. റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യാനുള്ള കഴിവ് ഉത്രട്ടാതി നക്ഷത്രത്തിനുണ്ട്. ഇനി അതുപോലെ തന്നെ ഇവർക്ക് പിതാവിനോട് വളരെയധികം സ്നേഹമുണ്ടായിരിക്കും. പക്ഷേ സ്വന്തം പിതാവിൽ നിന്ന് തിരിച്ചുള്ള അനുഭവം വിപരീതമായിരിക്കും. പിതാവിനോട് വളരെയധികം സ്നേഹമുള്ള നക്ഷത്രക്കാരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. പക്ഷേ തിരിച്ചുള്ള അനുഭവം വളരെയധികം മോശമായിരിക്കും. അതുകൊണ്ട് തന്നെ പിതാവുമായി വാക്കേറ്റം ഉണ്ടാവുകയോ വീട് വിട്ടിറങ്ങേണ്ടതായ അവസ്ഥകൾ ഉണ്ടാവുകയോ ഉത്രട്ടാതി നക്ഷത്രത്തിലുണ്ട്. ജീവിതത്തിൽ അങ്ങനെയുള്ള ദുഃഖങ്ങൾ വരാറുണ്ട്. പക്ഷേ വിവാഹശേഷമുള്ള ജീവിതം വളരെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ കടന്നു പോകാറുണ്ട്. വളരെയധികം സദാചാര രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ് ഉത്രട്ടാതി നക്ഷത്രം. ആദർശങ്ങൾ നിർത്തിപ്പിടിക്കുന്നവരും മതത്തിൻ്റെ കാര്യങ്ങൾ മുൻനിർത്തിപ്പിടിക്കുന്നവരും ദൈവകാര്യങ്ങളെ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് ഉത്രട്ടാതി നക്ഷത്രത്തിലുള്ളവർ. പിന്നെ ലക്ഷ്യബോധമുള്ളവരാണ്, വിജയിക്കുന്ന ആളുകളാണ്. 10-18 വയസ്സെത്തുമ്പോഴേ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രവർത്തികളെല്ലാം തന്നതായി ചെയ്യുന്നവരുമാണ്. ആരുടെയും ഒരു ആജ്ഞയ്ക്ക് വഴങ്ങുന്നവരല്ല ഉത്രട്ടാതി നക്ഷത്രക്കാർ. സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. കൂടുതലായും ഇവർ ഭക്ഷണം ഏത് തരത്തിൽപ്പെട്ട ഭക്ഷണവും കഴിക്കുന്നവരാണ്. അങ്ങനെയാണ്, ഇവർക്ക് ഏത് തരത്തിലുള്ള ഭക്ഷണവും ഇവർക്ക് കഴിക്കാം. വലിയ ദഹനക്കേടുകളോ രോഗങ്ങളോ വയറ് സംബന്ധിച്ച പ്രശ്നങ്ങളോ ഒന്നും ഇവർക്ക് കാണുകയില്ല. അതുകൊണ്ട് വലിച്ചു വാരി ഭക്ഷണം കഴിച്ചാലും ഇവരുടെ ശരീരപ്രവൃത്തിക്ക് ഒരു മാറ്റവും വരാനും പോകുന്നില്ല. കൂടുതൽ സ്റ്റാമിന ലഭിക്കുകയുള്ളൂ. സാധാരണ ആളുകൾക്ക് കഴിക്കാൻ പറ്റാത്ത, ഇപ്പോൾ കൂടുതൽ ഇറച്ചിയോ കൂടുതൽ മുട്ടയോ ഒന്നും കൂടുതലായിട്ട് കഴിക്കാൻ ചില ആളുകൾക്ക് പറ്റിയെന്ന് ഇല്ല. വയറ് സംബന്ധിച്ച പ്രയാസങ്ങൾ എടുത്തുനിന്ന് വരാം. ഉത്രട്ടാതിയിലുള്ളവർ ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ആളുകളുണ്ടാവാം. കൂടുതലായിട്ട് സ്റ്റാമിന കൂടുതലായിരിക്കും. അവർക്ക് ചിലപ്പോൾ ഒരു 6 മുട്ടയുടെ വെള്ളയൊക്കെ ഒറ്റയടിക്ക് കഴിച്ചിട്ട് പോകുന്നതിന് ഒരു തകരാറും ഉണ്ടാവുകയില്ല. എന്നാൽ സാധാരണപ്പെട്ട നക്ഷത്രത്തിൽപ്പെട്ടവർ കഴിക്കുമ്പോൾ വയറ് കലക്കൽ പോലുള്ള പ്രയാസങ്ങൾ എടുക്കുകയും നെഞ്ചരിച്ചിലെടുക്കുകയും തളർച്ച അനുഭവപ്പെടുകയും ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ ഉത്രട്ടാതിക്കാർക്ക് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല ഭൂരിഭാഗം പേർക്കും. എനിക്ക് നേരിട്ട് കണ്ട പരിചയമുള്ള ഉത്രട്ടാതിക്കാരുമുണ്ട്. ഇതേ രീതിയിൽ അണപ്പോ കിതപ്പോ ഒന്നുമില്ലാതെ വളരെയധികം ഓട്ടത്തിൽ ജയിക്കുന്നവർ, ബോക്സിങ്ങിൽ ജയിക്കുന്നവർ, നീന്തൽ മത്സരത്തിൽ ജയിക്കുന്നവർ, അങ്ങനെ സ്പോർട്സ് മുഖേനയുള്ള എല്ലാ ജോലിയും ഉത്രട്ടാതിക്ക് ധൈര്യസമ്മതം ചെയ്യാം. കാരണം മിനിറ്റുകളോളം മണിക്കൂറുകളോളം നിലനിൽക്കാനുള്ള കഴിവ്, ഏത് ഭക്ഷണവും കഴിക്കാനുള്ള ഒരു ശക്തി അവർക്കുണ്ട്. അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ പൊരുട്ടാതിക്കാർക്കും എല്ലാ ഭക്ഷണവും കഴിക്കാൻ സാധിക്കും. അവർക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ മറ്റു നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ചില ഭക്ഷണങ്ങൾ വിരുദ്ധമാണ്, ചിലത് കഴിക്കാൻ സാധിക്കുകയില്ല. അപ്പം ഉത്രട്ടാതി അങ്ങനത്തെ ഉള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു നക്ഷത്രമാണ്. വളരെയധികം ആരോഗ്യം, ഇത്രയും നക്ഷത്രങ്ങൾ 27 നക്ഷത്രത്തിലും ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള ആളുകൾ, ശാരീരികമായ സ്റ്റാമിന ഉണ്ടായിരിക്കുന്ന ആളുകൾ ഉത്രട്ടാതി ഉള്ളവരായിരിക്കും. ഉത്രട്ടാതി ഉള്ളവർക്കാണെങ്കിൽ കൂടുതൽ ശക്തി ഇപ്പോഴും, സ്റ്റാമിന എപ്പോഴും കൂടുതൽ ശക്തിയുള്ള നക്ഷത്രങ്ങൾ എന്ന് പിന്നീട് ഞാൻ പറയുന്നതാണ്, പറ്റുന്ന ജോലികളും പറയുന്നതാണ്. ഇതൊരു അറിവിലേക്ക് പറയണം. ഉത്രട്ടാതിക്കാർക്കാണ് ഏറ്റവും പവറുള്ള നക്ഷത്രക്കാർ. ഇവരെ ബലപരീക്ഷണത്തിൽ തോൽപ്പിക്കാമെങ്കിൽ മറ്റേ എതിരാളിയുടെ കഴിവ് പോലിരിക്കും അത് തോൽപ്പിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ബലം, ശക്തി തുടങ്ങിയവയെല്ലാം ഉത്രട്ടാതിക്കാർക്കാണ്. കൂടുതലും കായിക മത്സരങ്ങളിൽ വളരെയധികം വിജയം വരിക്കുന്നവരാണ് ഉത്രട്ടാതിക്കാർ. ആ ഒരു ഫീൽഡ് കൂടുതലായി ശ്രദ്ധിക്കുന്നതായിരിക്കും നിൽക്കുന്നത്. പോലീസ്, പട്ടാളം മുതലായ ജോലികളും അനുയോജ്യമാണ്. കാരണം അവയും കായികമായി വളരെയധികം ശക്തിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള ജോലികളാണല്ലോ. അത് അവർക്ക് സാധിക്കുന്നതാണ്. വളരെയധികം വിദ്യാസമ്പന്നരുമാണ് ഇവർ. പക്ഷേ ചില സമയങ്ങളിൽ ഇവരെ അലസതയും മടിയുമൊക്കെ അലട്ടാറുണ്ട്. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് രേവതി നക്ഷത്രത്തെ പറ്റിയാണ്. രേവതി നക്ഷത്രത്തിൻ്റെ മൃഗം ആനയാണ്. ആനയുടെ തലയെടുപ്പ് പോലെ രേവതി നക്ഷത്രക്കാർ വളരെയധികം തൻ്റെ ഇടത്തോടു കൂടിയും വളരെയധികം തലയെടുപ്പോടു കൂടിയും സഞ്ചരിക്കുന്ന ആളുകളാണ് രേവതി നക്ഷത്രത്തിൽ പെട്ടവർ. സ്ത്രീകൾ സൗന്ദര്യമുള്ളവരാണ്, പുരുഷന്മാർ സൗന്ദര്യമുള്ളവരാണ്. അല്പം തടിച്ച പ്രകൃതത്തിലുള്ള ആളുകളാണ് രേവതി നക്ഷത്രത്തിൽ വരിക. ആദ്യ കാലഘട്ടങ്ങളിൽ ഇവർ മെലിഞ്ഞ ആളുകളായിരിക്കും. വളർന്ന ശേഷം ഇവർ അല്പം തടിയിലേക്ക് പോകുന്ന ഒരു രീതി വരുന്നുണ്ട്. ഇവരുടെ മൃഗം ആനയാണ്. ആനയുടെ രീതി പറഞ്ഞാൽ ചൂട് അസഹ്യമായാൽ ആനയുടെ സ്വഭാവം മാറും. എന്തെങ്കിലും രീതിയിൽ ചെറുതായ ഉപദ്രവങ്ങൾ നേരിട്ടുകൊണ്ടല്ല ആനയുടെ സ്വഭാവം മാറും. കറക്റ്റ് സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ആനയുടെ സ്വഭാവം മാറും. അങ്ങനെയുള്ള രീതിയിൽ കോപം വരുമ്പോൾ ആന ഒന്നും നോക്കാറില്ല, ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ കോപാകുലനാകുന്ന പോലെ തന്നെയാണ് രേവതിക്കാർ കോപം വരുമ്പോൾ. കോപം വരത്തില്ല. ആന എപ്പോഴും സമാധാനത്തോടുകൂടി നിൽക്കുന്ന ഒരു ജീവിയാണ്. അങ്ങനെയൊന്നും കോപം വരാറില്ല. പക്ഷെ കോപം വരുമ്പോൾ ഇവർ കോപം അടങ്ങണമെങ്കിൽ ഒരുപാട് നേരം
എടുക്കുന്ന ഒരു ആളുകളാണ് രേവതി നക്ഷത്രക്കാർ. ഇനി രേവതി നക്ഷത്രക്കാരുമായിട്ടാണ് 27 നക്ഷത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പൊരുത്തമുള്ളത്. ഇതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ പ്രണയബന്ധങ്ങളായിക്കോട്ടെ, വിവാഹ ജീവിതമായിക്കോട്ടെ, പരിചയക്കാരായിക്കോട്ടെ, ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം എണ്ണം വർദ്ധിക്കാനാണ് സാധ്യത. അതായത് കൂടുതൽ ആളുകൾക്കും രേവതിയിലുള്ളവരെ ഇഷ്ടമായിരിക്കും. കാരണം പൊരുത്തം കൂടുതലാണ്. ശത്രു നക്ഷത്രങ്ങൾ വളരെ കുറവാണ്. ഏതാണ്ട് 8 9 എന്തേ ഉള്ളൂ, 6 എന്തോ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് ഞാൻ കൃത്യമായി അതിനെപ്പറ്റി പറയുന്നു. അപ്പം ആ ഒരു പൊരുത്തക്കാർ കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ പരിചയക്കാർ, എല്ലാവരും ഇഷ്ടപ്പെടുന്നു, എല്ലാവർക്കും താല്പര്യം. അതുപോലെ തന്നെ രേവതിക്കാർക്ക് കലാപരമായ കഴിവുകളുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ കലാപരമായ കഴിവുകൾ എല്ലാവരും അംഗീകരിച്ചു കൊടുക്കും. കാരണം എല്ലാവർക്കും പൊരുത്തമാണല്ലോ. പെട്ടെന്ന് തന്നെ വളരും. കലാപരമായ അവരുടെ കഴിവുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടും. പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാർ കലാപരമായ കഴിവുണ്ടെങ്കിലും ശത്രു നക്ഷത്രം കൂടുതലാണ്, ആരും അംഗീകരിക്കില്ല. അംഗീകാരമില്ലായ്മ കൊണ്ടാണല്ലോ കലാകാരൻ വളരാത്തത്. ഏത് നക്ഷത്രത്തിലുള്ള രേവതി നക്ഷത്രത്തിലുള്ളവർ കലാകാരാണെങ്കിൽ കലാകാരമായ കഴിവുകൾ അവർക്ക് പലതുണ്ട്. കലാകാരാണെങ്കിൽ അവർക്കൊന്നും പേടിക്കേണ്ട, അവർക്ക് വളർച്ച വളരെ കൂടുതലാണ്, വളർന്നുകൊണ്ടിരിക്കും. പക്ഷേ ഒരു പ്രശ്നം, രേവതിയുള്ളവർ ലളിതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പണത്തോട് കൂടുതൽ ആർത്തി ഇവർക്കില്ല. ഇതുകൊണ്ട് തന്നെ കലാപരമായ ഉയർച്ച ലഭിച്ചാലും ഇവർക്ക് സാമ്പത്തിക ഉയർച്ച ചിലപ്പോൾ ഉണ്ടാകാറില്ല. പണത്തോടുള്ള ആർത്തി കുറവാണ്. കൂടുതലും മനുഷ്യനോടുള്ള സ്നേഹബന്ധങ്ങൾക്ക് ഇവർ വില കൽപ്പിക്കുന്നു. എന്ത് ചെയ്താലും പണത്തിന് വേണ്ടി ഇവരൊരു ഹീനകൃത്യം ചെയ്യാൻ മുതിരുകയില്ല. ഇത് തന്നെ ഇവരെ കുഴിച്ചടിക്കും. സ്നേഹബന്ധങ്ങൾ കാരണം ഇവർ മനുഷ്യനോടുള്ള സ്നേഹബന്ധം, ഇതുകൊണ്ട് തന്നെ ശത്രുക്കളാണേലും ഇവർ സ്നേഹിക്കുന്നു, ഇണങ്ങുന്നവരോട് വീണ്ടും ഇണങ്ങുന്നു. ഇത്തരം കാര്യങ്ങളുണ്ട് അകറ്റി നിർത്തുന്നതിനിടയ്ക്കും ഇവരുടെ മനസ്സ് പുറകോട്ടിടയ്ക്ക് സഞ്ചരിക്കും. എങ്കിലും വീണ്ടും ഇവർ സ്വയം തീരുമാനമെടുക്കും, വേണ്ട 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 എന്ന്. ഇങ്ങനെ തീരുമാനം എടുത്തിട്ട് ഒരു സംഘർഷത്തിലാണ് ഇവരുടെ മനസ്സെപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ രേവതിയിലെ പൊരുത്തം കൂടുതലുള്ളതുകൊണ്ടാണ് ചില സമയം 2 വിവാഹയോഗമൊക്കെ പറയുന്നത്. ഒരുപാട് പൊരുത്തമുണ്ട്. ഒരുപാട് പൊരുത്തം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇവരോട് ഇഷ്ടം തോന്നും, ഒരുപാട് പേരെ ഇവർക്കും ഇഷ്ടം തോന്നും. പക്ഷേ വളരെയധികം സദാചാരപരമായ ജീവിതം ഇവർ തീരുമാനിക്കുന്നതുകൊണ്ട് തന്നെ തെറ്റായ വഴികളിലേക്ക് പോകാൻ ഇവർ ഭയക്കുന്നു. സമൂഹത്തിലെ നിയമങ്ങളെ ഇവർ ഭയക്കുന്നു, സമൂഹത്തിലെ ഉന്നതരെ ഭയക്കുന്നു, നിയമങ്ങളെ എല്ലാം ഭയക്കുന്നു, സ്വന്തം കുടുംബത്തെ ഭയക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സ് അവർ സ്റ്റഡി ആയിട്ട് നിർത്തും. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. കുടുംബത്തോടൊപ്പം ജീവിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നു, ലളിതമായ ജീവിതം ഇവർ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ വലിയൊരു കാര്യങ്ങളിലേക്ക് പോയെങ്കിലും അവർ അതേപോലെ തന്നെ തിരിച്ചെത്താനാണ് സാധ്യത കൂടുതലായിട്ട് വരുന്നത്. ഇനി ഒരു രേവതി നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾക്ക് മറ്റൊരു രേവതി നക്ഷത്രത്തിൽപ്പെട്ട ആളുമായിട്ട് പൊരുത്തമില്ല. അവർ തമ്മിൽ ശത്രുക്കളായിരിക്കും. രേവതി നക്ഷത്രത്തിൽപ്പെട്ട ആൾ രേവതി നക്ഷത്രക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. പെട്ടെന്ന് തന്നെ അവർ തമ്മിൽ ദേഷ്യം പിടിക്കും, വഴക്ക് വീഴാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തമ്മിൽ പൊരുത്തമില്ലാത്ത നക്ഷത്രമാണ് രേവതി. തമ്മിൽ പിടിക്കില്ല. അതുപോലെ തന്നെ ഇവർക്ക് മൃഗമാനയായതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ ഇഷ്ടക്കുറവാണ് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പൂർണ്ണമായി ഉറപ്പിക്കാൻ പറ്റത്തില്ല. വാക്കുകാർക്കായിരിക്കാം, തർക്കങ്ങളായിരിക്കാം, ദേഷ്യം വരികയായിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവാം. പിന്നെ രേവതിയുടെ നമുക്ക് കേട്ടുകേഴ്വിയുള്ളൊരു കാര്യമുണ്ട്. 7ന് 70 സ്വഭാവം എന്ന് രേവതിക്ക് നമ്മൾ കേട്ടുകേഴ്വിയുണ്ട്. ഇതിന് സത്യാവസ്ഥ എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കണക്കാണ്. 7ന് 70 സ്വഭാവം എന്ന് പറയുന്നത് ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ ഇവരൊരു കാര്യം തീരുമാനിക്കും. ആ ഒരു ദിവസത്തെ ഒരു സ്വഭാവം പഴയ ദിവസമായിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. ഉച്ചയ്ക്കുള്ളിൽ ആ ഒരു ഭാവം ഇവരുടെ മാറും, വൈകിട്ട് മറ്റൊരു രീതി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കുന്ന സ്വഭാവമല്ല, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമല്ല. തീരുമാനങ്ങൾ മാറും. അതായത് ഇപ്പോൾ ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ വളരെയധികം ഈശ്വരഭക്തിയായിരിക്കാം. ദേവാലയത്തിൽ പോകണം, എനിക്ക് പ്രാർത്ഥിക്കണം എന്നെല്ലാം ചിന്തകൾ വരികയും ഒരു ഉച്ചയോട് അടുക്കുമ്പോൾ അതൊന്നും വേണ്ട, അതിലൊന്നും സത്യമില്ല എന്ന ചിന്തകൾ വരികയും അതിനുശേഷം അങ്ങനെ ഒരു ദിവസം കഴിക്കാൻ ഇന്ന ഭക്ഷണമായിരിക്കും ഇഷ്ടം. അത് ഉച്ചയാകുമ്പോൾ ആ ഭക്ഷണം വേണ്ട, രാവിലെ അത് ഇപ്പോൾ കിട്ടിയില്ല എങ്കിൽ ഉച്ചയാകുമ്പോൾ അത് വേണ്ട എന്ന തീരുമാനം എടുക്കുക. വൈകിട്ടാകുമ്പോൾ വീണ്ടും ചിലപ്പോൾ അത് വേണമെന്ന തീരുമാനം എടുക്കുക. ഇങ്ങനെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ചിന്തകൾ, ഇമോഷനുകൾ. അതായത് ഇപ്പം രാവിലെ ചിന്തിക്കുകയാണ്, ഒരാളോട് ഞാൻ വളരെയധികം ദേഷ്യത്തോടെ സംസാരിക്കാൻ പോവുകയാണ്, അല്ലെ അയാളോട് 2 വാക്ക് പറയണമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആ ആൾ മുന്നിൽ വന്നാൽ പറയും. ഇല്ല, ഉച്ച കഴിഞ്ഞ ശേഷമാണെങ്കിൽ ഇവരുടെ ചിന്താഗതി മാറും, വേണ്ട പറയണ്ട
എന്ന ചിന്തകളിൽ വരികയും അതിന് ശേഷമാണ് ആ ആളെ കാണുന്നെങ്കിൽ അത്ര തീവ്രത ആ കാര്യങ്ങൾക്ക് ഉണ്ടാവുകയില്ല. പിന്നെ ഓർക്കും ക്ഷമിച്ച് കളഞ്ഞേക്കാം എന്ന് കഴിഞ്ഞാൽ ക്ഷമിക്കും, അതിനുശേഷം ക്ഷമയായിരിക്കും. 2 ദിവസം കഴിയുമ്പോൾ ചിന്തിക്കുകയാണ് അങ്ങനെ ക്ഷമിച്ചാൽ പറ്റില്ല എന്ന ചിന്ത വരികയും വീണ്ടും കോപാകുലരാവുകയും ചെയ്യുന്ന രീതിയിൽ ഒരു വ്യത്യാസം രേവതിക്കുണ്ട്. അങ്ങനെ ഒരു ചിന്ത കൂടി അവർക്കുണ്ട്. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഇമോഷൻ, ഇപ്പോൾ പ്രണയമായിക്കോട്ടെ, ദേഷ്യമായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, അതൊരു പ്രത്യേക രീതിയിലാണ്. രാവിലെ ദുഃഖമാണെങ്കിൽ ഉച്ച കഴിഞ്ഞ ശേഷം സന്തോഷം വരിക, സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ദുഃഖചിന്തകൾ മനസ്സിനെ അഴട്ടുക, വീണ്ടും റിപ്പീറ്റായിട്ട് തിരിച്ചു പോവുക. അങ്ങനെ ലക്ഷ്യമില്ലാതെ ചില സമയം മനസ്സ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം രേവതിക്കുണ്ട്. ഇത് കാരണം രേവതിയിലുള്ള ആൾ എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് ഒരാൾക്ക് അടുത്തുള്ള ആൾക്ക് മനസ്സിലാവുകയില്ല. അത് രേവതിയിലുള്ളവർക്ക് മാത്രമേ മനസ്സിലാവൂ. എന്താണ് അടുത്ത നീക്കം അവർ ചെയ്യാൻ പോകുന്നത്, എന്താണ് അവർ പറയാൻ പോകുന്നത് എന്ന് രേവതിയിലുള്ളവർക്ക് മാത്രമേ അറിയൂ. ഏറ്റവും അവസാനത്തെ നക്ഷത്രമായതുകൊണ്ട് തന്നെ ഈ ഒരു നക്ഷത്രം ഏറ്റവും കോംപ്ലിക്കേറ്റഡ് പിടിച്ച ഒരു നക്ഷത്രമാണ്. ഉത്രട്ടാതി രേവതി അഥവാ രേവതിയാണ് ലാസ്റ്റ് നക്ഷത്രം. രേവതിയോടുകൂടി അവസാനിക്കുന്നതുകൊണ്ട് ഈ രേവതിയിൽ എല്ലാ നക്ഷത്രത്തിൻ്റെയും അവസാന കണ്ണിയായതുകൊണ്ട് തന്നെ സ്വഭാവങ്ങളിൽ വൈരുദ്ധ്യങ്ങളാണ് എപ്പോഴും കാണുക. വളരെയധികം. ഒരു ദിവസം ഈശ്വരചിന്തയായിരിക്കുമെങ്കിൽ അടുത്ത ദിവസം ഈശ്വരചിന്ത കാണില്ല, അല്ലെങ്കിൽ അന്ന് ഉച്ചയ്ക്കുള്ളിൽ അത് മാറും. അത് കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് തിരിയും. പക്ഷേ രണ്ടാമത്തെ കാര്യം, കുടുംബത്തോടുള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം എല്ലാം ഒരേ രീതിയിൽ തന്നെ പോകും. ദേഷ്യപ്പെടുന്ന ഏത് നിമിഷം ആരോട് ദേഷ്യപ്പെടുമെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. കൂടുതലും ഗണിച്ച് എടുക്കാൻ പറ്റത്തില്ലാത്ത ഒരു മനസ്സുകളുടെ ഉടമയാണ് രേവതിയിലുള്ളവർ. ഉപകാര സ്മരണയുള്ളവരാണ് രേവതിയിലുള്ളവർ. ഒരു സഹായം ലഭിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉപകാര സ്മരണ ഉണ്ട്. മറ്റ് നക്ഷത്രക്കാരങ്ങനല്ല. ഉപകാര സ്മരണ എന്ന് പറയുന്നത് കാണുകയില്ല. ഉപകരിച്ചവരെ ചിലപ്പോൾ തിരിച്ച് ഉപദ്രവിക്കുന്ന സ്വഭാവം കൂടി മറ്റു നക്ഷത്രക്കാർ കാണിച്ചു വരും. പക്ഷെ ചെറിയ തോതിലേലും ഉപകാരം ചെയ്തവരെ ഓർത്തിരിക്കുകയും ഉപകാരം ചെയ്തവരെ ചിലപ്പോൾ മറന്നും കൂടി പോകാം. ഇത്തരം ഓർമ്മശക്തികൾ, ആനയാണ് ഏറ്റവും ഓർമ്മശക്തിയുള്ള ജീവി, അറിയാമല്ലോ. ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ഓർത്തിരിക്കും. ഒരു ആനയെ കല്ലെറിഞ്ഞ ആളെ വർഷങ്ങൾക്ക് ശേഷം ആന കണ്ടാൽ തിരിച്ച് കല്ലെറിയുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ ആനയായതുകൊണ്ട് തന്നെ ഇവരുടെ ഓർമ്മശക്തി അപാരമായിരിക്കും. മറ്റു നക്ഷത്രത്തിൽ ഉള്ളവരെക്കാൾ കൂടുതൽ ഓർമ്മശക്തി ഇവർക്കുണ്ട്. അപാരമായ ഓർമ്മശക്തിയാണ് രേവതിയിലുള്ളവർക്കുള്ളത്. ഒരു തവണ ഒരാളുടെ മുഖം കണ്ടാൽ അവരത് കൃത്യമായി ഓർത്തിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ട്, എഴുതാനുള്ള കഴിവുണ്ട്. വരയ്ക്കാനാണ് രേവതിയുള്ളവർക്ക് കൂടുതൽ കഴിവ്. മുഖം കണ്ടു കഴിഞ്ഞാൽ ആ മുഖത്തിൻ്റെ ആകൃതി കൃത്യമായി സ്കാൻ ചെയ്തെടുക്കാനുള്ള കഴിവ് രേവതിക്ക് മാത്രമേ ഉള്ളൂ. ഓർമ്മശക്തിയുണ്ട്. മറ്റുള്ളവർക്ക് അത്ര ഓർമ്മശക്തി ഇല്ല. ഓർമ്മശക്തി ഇല്ലാത്തവർ എങ്ങനെ ഒരു ഷേപ്പ് ഓർത്തിരിക്കും? പക്ഷേ രേവതി ഓർത്തിരിക്കും. രേവതിയുടെ രീതി ഇതാണ്. 100 ആളുകളെ കണ്ടാൽ 100 പേരുടെയും വ്യത്യസ്തമായ മുഖം അവർ സ്കാൻ ചെയ്ത് വെക്കും. 100 പേരെയും അവർ ഏത് ഉറക്കത്തിലും കാണിച്ചാലും തിരിച്ചറിയുകയും ചെയ്തു. അവരിടുന്ന ഡ്രസ്സ് തൊട്ട് അവരിടുന്ന മേക്കപ്പ് തൊട്ട് എന്തൊക്കെ ഏറ്റവും കൂടെ അവരെ ഓർത്തിരിക്കുന്ന ഭാഗം മുഖമാണ്. കൈയും കാലുകളൊക്കെ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടെ അവരെ ഓർത്തിരിക്കുന്ന മുഖം തന്നെയാണ്. ഒരാളുടെ മുഖമാണ് ഓർത്തിരിക്കുക ഏറ്റവും കൂടുതൽ. മുഖം കൃത്യമായി ഓർക്കും. മുടിയുടെ രീതി, മുടി എങ്ങോട്ട് തിരിയുന്നു എല്ലാവരും ഓർക്കും. കണ്ണുകളുടെ രീതി, പിരിയത്തിന് നീളമുണ്ടോ, അതിലെത്ര രോമം ഉണ്ടെന്ന് വരെ ഇവർ കണ്ടെത്തും. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ. അതുകൊണ്ട് തന്നെ വരയ്ക്കാൻ ഇവരുടെ കഴിവ്, ഏറ്റവും നല്ല വരങ്ങാര എന്ന് അറിയപ്പെടുന്നത് ഒന്ന് രോഹിണിയുടെ വരയ്ക്കുന്ന കാര്യത്തിലെ കഴിവ് കടത്തിവിട്ട് ആർക്കും പറ്റില്ല. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ രേവതിയാണ് ഏറ്റവും കൂടുതൽ. മറ്റു നക്ഷത്രക്കാർ വരയ്ക്കും, എങ്കിലും വരയ്ക്കും എന്നേ പറയൂ. രേവതിയും രോഹിണിയുമാണ് വരയിൽ മുമ്പന്മാർ. വര കിട്ടാത്ത രേവതിക്കാരും ഉണ്ട് കേട്ടോ. പക്ഷേ രോഹിണി വരയ്ക്കും. രോഹിണിയുടെ ആ കഴിവിനെ ഭേദിക്കാൻ ആർക്കും പറ്റുന്നില്ല. രോഹിണിക്കെല്ലാ കഴിവുണ്ട്. പക്ഷേ സെക്കൻഡ് നിൽക്കുന്നത് രേവതിയാണ്. രേവതി വരയ്ക്കാത്തവരുണ്ട്. ചിലർക്ക് പാട്ടായിരിക്കും, ചിലർക്ക് അഭിനയമായിരിക്കാം, എന്തെങ്കിലും കഴിവുണ്ടാകും. പക്ഷേ എല്ലാ രേവതിയും വരയ്ക്കും. എത്രത്തോളം പൂർണ്ണമാകണമെന്നില്ല. പക്ഷേ മുഖം ഇവർ ഓർത്ത് വെക്കും. മുഖം ഇവരുടെ കാര്യത്തിൽ ഓർത്ത് വെക്കുന്ന കാര്യത്തിൽ വളരെ പവറുണ്ട് ഇവർക്ക്. പിന്നെ ചില ദിവസം വളരെയധികം സ്നേഹം അല്ലെങ്കിൽ വളരെയധികം പ്രണയാർത്ഥമായ ചിന്തകൾ വരെ ഇവരുടെ ജീവിതത്തിൽ മനസ്സിലേക്ക് കയറിപ്പറ്റും. ഇത് വലിയൊരു പ്രശ്നത്തിൽ ഇവരെ കൊണ്ട് എത്തിക്കാറുണ്ട്. ഇപ്പം കൂടുതലും പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ, അവർ ഒരു ദിവസം എഴുന്നേൽക്കുന്നത് വളരെയധികം ഇപ്പം ശൃംഗാരമുള്ള ഒരു മനസ്ഥിതിയിലായിരിക്കും ചില ദിവസം ഇവർ ഉണരുന്നത്. അന്നത്തെ അവരുടെ ഒരു പ്രവർത്തനങ്ങൾ കാണുന്ന ആളുകൾക്ക് ഒരു വശപ്പശക ഇവർ തോന്നുകയും എന്തെങ്കിലും അനാവശ്യം പറയാനായിട്ട് ചിന്ത വരികയും, ഉച്ചയ്ക്കുള്ളിൽ സ്വഭാവം മാറുന്ന സ്വഭാവം രേവതിക്കുള്ളതുകൊണ്ട് അപ്പോൾ പറയുന്ന അപ്പോൾ നിൽക്കുന്ന ആ ഒരു നിൽപ്പിലല്ലായിരിക്കും പിന്നെ ഇവർ നിൽക്കുന്നത്. വരുന്ന ആൾ അപമാനപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതായത്
ഇന്നിപ്പോൾ ഒരു ഒരു വ്യക്തി, രേവതിയിലുള്ള വ്യക്തി നിൽക്കുമ്പോൾ അന്നത്തെ ദിവസം അവരുടെ നിൽപ്പ് കാണുമ്പോൾ ഇത് ഇവരെ എന്തോ എന്നോട് ഇഷ്ടമുണ്ട്, ഓപ്പോസിറ്റ് നിൽക്കുന്ന രേവതിയിലുള്ള ആളാണെന്ന് തിരിച്ചറിയുന്നില്ല, ആ നിൽക്കുന്ന ആൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് കരുതി ഒരാൾ ഇഷ്ടത്തോടെ സമീപിക്കുമ്പോൾ രേവതിയിലുള്ളവർ തിരിച്ച് പൊട്ടിത്തെറിക്കും. ഇതാണ് പ്രത്യേകത. അതിന് കാരണം ഇവരുടെ ആ സ്വഭാവത്തിൻ്റെ ചേഞ്ചാണ്. അത് ആദ്യം നിന്ന രൂപവും ആദ്യം നിൽക്കുന്ന നോട്ടവുമല്ല രണ്ടാം പകുതി വരിക. ഇതുമൂലം വരുന്നയാൾ അല്ലെങ്കിൽ അടുത്തേക്ക് ചേർന്ന് നിൽക്കുന്ന ആൾ അപമാനിതനാകും. ഈ അപമാനിതരാകുന്ന ശത്രുക്കളുടെ എണ്ണം രേവതിയുടെ ജീവിതത്തിൽ വളരെ കൂടുതലായിരിക്കും. പുരുഷന്മാരാണ് പുരുഷന്മാർ, സ്ത്രീകൾക്കാണ് സ്ത്രീകൾക്ക്. അതായത് സ്ത്രീകൾക്കാണ് പുരുഷന്മാർ കൂടുതൽ ശത്രുവാകും, പുരുഷന്മാരാണ് സ്ത്രീകൾ കൂടുതൽ ശത്രുവാകും. ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇത് സ്വഭാവ മാറ്റമാണ്. ചില ദിവസം വളരെയധികം ആദർശങ്ങൾ മുൻനിർത്തി സംസാരിക്കും. അതായത് ഇന്ന പോലെ ഇന്ന നിയമങ്ങൾ ഈ നാട്ടിൽ വരണം എല്ലാം സംസാരിക്കും. കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കും, ഈ നിയമങ്ങളൊക്കെ എന്തിനാണ്, ഇതൊക്കെ ആരാ ഉണ്ടാക്കി എന്ന രീതിയിലോട്ട് മൈൻഡ് മാറും. പക്ഷേ എങ്കിലും ഇവർക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. ഒന്ന്, ഇവർ ആ ലളിതമായ ജീവിതശൈലി തിരഞ്ഞെടുക്കുന്നു. രണ്ട്, ഇവർ കുടുംബത്തോട് സ്നേഹമുള്ളവരാകുന്നു. മൂന്ന്, ഒരു ആനയുടെ തലയെടുപ്പ് പോലുള്ള ഗമ എന്ന രീതിയിൽ നടക്കുന്നു. മറ്റ് പൊരുത്തങ്ങളെല്ലാം കൂടുതലാണ്ട് ഇവരുടെ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടക്കുന്നു. ഇവരെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, ഇവരെ എല്ലാവരും അംഗീകരിക്കുന്നു. ഇത്രയും കാര്യങ്ങളും രേവതിക്കുണ്ട്. പിന്നെ ഇവരുടെ നടപ്പ് എല്ലാത്തിനും ഒരു പ്രത്യേക ഒരു രീതി ഇവരുണ്ടാക്കിയിരിക്കും. ഇവരെയാണ് കൂടുതൽ ആളുകൾ അനുകരിക്കുക. രേവതിയിലുള്ള ആളുകളെ ആയിരിക്കും കൂടുതൽ ആളുകൾ റോൾ മോഡലാക്കുക. രേവതിയിലുള്ള ആൾ ഇടുന്ന വസ്ത്രം, രേവതിയിലുള്ള ആളുകൾ ചെയ്യുന്ന രീതി കോപ്പി അടിച്ച് ചെയ്യുക, ഇത് കൂടുതലായിരിക്കും രേവതിക്ക് അതൊരു പ്രത്യേക അലർജി ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അവരുടെ രീതി ആരെങ്കിലും കോപ്പി ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമല്ല തോന്നുക. എന്തുകൊണ്ട് എന്നോട് മത്സരിക്കും എന്ന ചിന്തകൾ കയറി വരുന്നിട്ട് ചിന്ത കുഴപ്പങ്ങൾ വീണ്ടും ഉണ്ടാവും. പിന്നെയും അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് രേവതി പോകാറുണ്ട്. പക്ഷേ രേവതിനാണ് കൂടുതൽ ആളുകൾ റോൾ മോഡലാക്കുന്നത്. ഇപ്പോൾ സെലിബ്രിറ്റികളാണേലും രേവതിയിലുള്ള ആളുകളാണ് വളർന്നിട്ടുണ്ടെങ്കിൽ, വളരെയധികം വളർന്നിട്ടുണ്ടെങ്കിൽ അവരെ ആളുകൾ റോൾ മോഡലാക്കാറുണ്ട്. അവരുടെ നക്ഷത്രം എന്തെന്ന് അറിയാതെ തന്നെ റോൾ മോഡലാക്കാറുണ്ട്. ഇത്രയുമാണ് ഇന്ന് നക്ഷത്രത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കാനുള്ളത്. ഇനി അടുത്ത ദിവസം പൊരുത്തത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നതാണ്. ഇനിയിപ്പോൾ രേവതിക്ക് പൊരുത്തമുള്ള നക്ഷത്രങ്ങളും കൂടി ഞാൻ പറയാം. അനിഴവുമായിട്ട് രേവതിക്ക് പൊരുത്തമുണ്ട്, തൃക്കാട്ടയായിട്ട് പൊരുത്തമുണ്ട്, അശ്വതിയായിട്ട് പൊരുത്തമുണ്ട്, പൂരാടമായിട്ട് പൊരുത്തമുണ്ട്, ഉത്തട്ടാതിയായിട്ട് പൊരുത്തമുണ്ട്, വെല്ലമായിട്ട് പൊരുത്തമുണ്ട്. തൃക്കാട്ടയുണ്ട്, അതുപോലെ തന്നെ രോഹിണിയായിട്ടൊന്നും പൊരുത്തമില്ല. കുറച്ച് നക്ഷത്രങ്ങളുമായിട്ടൊന്നും പൊരുത്തമില്ല. ഇനി പൊരുത്തക്കുറവുള്ള നക്ഷത്രങ്ങൾ, പൊരുത്തക്കുറവുള്ള വെച്ചാൽ ഭരണിയായിട്ട് രേവതിക്ക് പൊരുത്തമില്ല, പൂരുരുട്ടാതിയായിട്ട് രേവതിക്ക് പൊരുത്തമില്ല, തിരുവാതിരയായിട്ട് രേവതിക്ക് പൊരുത്തമില്ല, പിന്നെ കാർത്തികമായിട്ട് പൊരുത്തമില്ല, ചോദ്യമായിട്ട് പൊരുത്തമില്ല. ഇങ്ങനെ കുറേ ആൾക്കാരായിട്ട് പൊരുത്തമില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നക്ഷത്രക്കാരെ ഇവർ അംഗീകരിക്കില്ല, തിരിച്ചവരും അംഗീകരിക്കില്ല. വാക്കിറക്കണ വഴക്ക്. പക്ഷേ ഇണങ്ങിപ്പോകാൻ രേവതി ഇഷ്ടപ്പെടുന്നു. അതായത് അങ്ങനെയാണ്, ഇണങ്ങിപ്പോകാൻ രേവതി ഇഷ്ടപ്പെടുന്നു. കൂടുതലും ആളുകളെ ഉപദേശിക്കാനും കൂടുതൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മേൽഗതി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്ന ആളുകളാണ് രേവതി നക്ഷത്രത്തിൽപ്പെട്ടവർ. പക്ഷേ സ്വന്തം മേൽഗതിക്ക് വേണ്ടി ഇവർ അധികമായിട്ടൊന്നും ചെയ്യാറില്ല. ബാക്കിയെല്ലാം ഒരാളുടെ ഭാഗ്യാനുഭവങ്ങൾ പോലെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ പുതിയതായ ജ്യോതിഷത്തിൻ്റെ വീഡിയോകൾ വരുന്നതാണ് ഉടനെ തന്നെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഈ അറിവ് എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക. താങ്ക് യു.